അപ്പോൾ ടൈം 12 o'clock. അതിൻ്റെ പ്രത്യേകത എന്താണ്? February 14 ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. ആഘോഷിക്കുന്നവർക്ക് ഏറ്റവും മെയിൻ ഡേറ്റ് തന്നെ കേട്ടോ February 14. എല്ലാവർക്കും ആഘോഷിക്കാം. അതിപ്പോൾ വാലൻറ്റൈൻ എന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും ആഘോഷമല്ലേ. അപ്പോൾ ആഘോഷിക്കാൻ പറ്റുന്ന ഡേറ്റാണ്. എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ February 14. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് തുടങ്ങിയാലോ? എന്താണെന്നല്ലേ, നമ്മൾ വേറൊന്നുമല്ല, പലരുടെയും ഫേസിൽ പോസ് നന്നായിട്ട് എന്താ പറയുക, പോസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കരമായിട്ട് ഡെഡ് പാർട്ടിക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഒരു 7 ദിവസം കൊണ്ട് സ്കിന്നിനൊരു മാറ്റം വരാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം, നമ്മൾക്കറിയാം നമ്മുടെ ഫേസിൽ ഒത്തിരി ക്രീം ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുമ്പോൾ എത്രയല്ലേ, 3 ലെയേഴ്സ് ആണെന്ന് പറയാം. നോർമൽ നമ്മുടെ ഫേസിൽ പുറത്തുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ടെമ്പററി സൊല്യൂഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഉള്ളിൽ കഴിക്കേണ്ട കാര്യങ്ങളും കൂടെ കഴിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, നമ്മൾ നാച്ചുറലി കിട്ടുന്ന മെയിൻ ഐറ്റംസ്. അതായത് എന്താ പറയുക, നോർമൽ അറിയാം, പേരയ്ക്ക അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് മാതളങ്ങ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ്, അത് കഴിക്കാം. അതോടൊപ്പം രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ മിക്കവർക്കും അസിഡിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ചെയ്യാനുള്ളത് ലൈം ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കണ്ട. അതിന് പകരം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയിലുണ്ട്. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് തലേദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് വെച്ചേക്കാം. ലൈം ജ്യൂസ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് ഒരു പതിയെ രാവിലെ വെറും വയറ്റിൽ കോഫിയും ബ്ലാക്ക് കോഫിയോ ചായയോ കുടിക്കുന്നതിന് മുന്നേ ഒന്ന് കുടിച്ച് നോക്കി. സ്കിന്ന് നന്നായിരിക്കും. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്ന് നോർമലി രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിൽ മസാജും ടാപ്പിങ്ങും ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം, ഫേസിൽ പോസ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആകുമ്പോൾ അതിലെ ഡെഡ് പാർട്ടിക്കിൾസ് എല്ലാം പുറത്തേക്ക്. അതിന് ചെയ്യാനുള്ളത് നോർമൽ ആവി പിടിക്കുക. ആവി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ ആവി കൊള്ളണ്ട. ഒരു പാൻ എടുക്കുക, തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ അതിൻ്റെ ഫുൾ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു തോർത്തോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ആവി കൊള്ളുക. ആവി കൊണ്ടതിന് ശേഷം എന്താണെന്നറിയില്ലേ, ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഫേസിലൊന്ന് വേർത്ത് തുടങ്ങും. നിങ്ങൾക്ക് അതൊന്ന് മാറ്റിയിട്ട് ടാപ്പിംഗ് ചെയ്യാം. ടാപ്പിംഗ് ചെയ്യുന്നതനുസരിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുകയും ചെയ്യും, ഫേസിലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പല ക്രീം ഐറ്റംസിലൂടെ ഇങ്ങനെ പോകുന്നതിനേക്കാളും നാച്ചുറലായിട്ട് ഐറ്റംസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ 2 കാര്യവും നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കി. വൈറ്റമിൻ സി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക എടുക്കാം. അതുപോലെ തന്നെ ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ നോർമൽ ടാപ്പിംഗ് അല്ല, ഫേസ് ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ആ വേർപ്പൊന്ന് മാറിയിട്ട് നമ്മൾ ഫേസ് ടാപ്പിംഗ് ചെയ്യാം. അത് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ഹണി ഉണ്ടല്ലോ, ഹണി നിങ്ങൾക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. ഹണി ഒരു ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കറ്റാർവാഴയും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതും ഡെയിലി ചെയ്യുക. ഇത് മാത്രം ഡെയിലി ഒന്നും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്ന ബെസ്റ്റ് പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് ടിപ്പാണെന്ന് വേണം പറയാം, പാക്കല്ല, ബെസ്റ്റ് ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വാലന്റൈൻ സ്പെഷ്യൽ ഇതാണ് കേട്ടോ.